അപ്പുമ്മ അപ്പുമ്മ ചേടാ ഉമ്മ ഇതുവരെ ഒന്നും മനസ്സിലാക്കിയില്ലയോ? ഉമ്മ ഉമ്മ എന്താ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നേ? അമ്മയ്ക്ക് നോമ്പ് കുറിക്കാൻ സമയമായി. ഇതുവരെ ഉമ്മ വല്ല ഉണ്ടാക്കിയിട്ടുണ്ടോ കഴിക്കാൻ? ബാബുമാണെങ്കിൽ നമുക്ക് വേണ്ടി രാപ്പകലില്ലാന്ന് കഷ്ടപ്പെടുക. ഈ റമദാൻ മാസത്തിലെങ്കിലും ആ പാവത്തിന് ഇത്തിരി റെസ്റ്റ് കൊടു. വീട്ടിൽ വയസ്സായവര് നോമ്പെടുത്തിരിക്കുവാണെങ്കിൽ അവരെ കഷ്ടപ്പെടുത്തരുത്. എനിക്ക് സമയമില്ല. നിന്നെ ജോലി നോക്കി ഞാൻ നമസ്കരിക്കാൻ പോവാ. അവർ വേണമെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കഴിക്കും. വീട്ടിലുള്ള പ്രായമായവരെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് പുണ്യപ്രവർത്തി ചെയ്താലും ഒരു പുണ്യവും കിട്ടത്തില്ല. അത് നീ നോക്കണ്ട. എനിക്ക് എന്താന്ന് വെച്ച് ചെയ്യാനറിയാം. ആവശ്യമുള്ളവരുണ്ടാക്കി കഴിക്കും. എന്റെ ഉമ്മയ്ക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. ഇറങ്ങി വീട്ടിൽ നിന്ന് അപ്പം ഉമ്മ ഇപ്പൊ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്റെ വാപ്പ ഉമ്മയെ കല്യാണം കഴിച്ചതേ ഞങ്ങളെ നോക്കാനും വാപ്പുമ്മയെ നോക്കാനൊക്കെയാ കേട്ടോ. അല്ലാതെ ഏത് സമയം ഫോണിൽ ചെണ്ടിക്കൊണ്ടിരിക്കാനല്ല. പൊന്നുമോളെ വീട്ടിൽ പൊക്കോ, അതാ നല്ലത്. അവിടെ ഉണ്ടല്ലോ വീട്ടില് വാപ്പായും ഉമ്മായെന്നും പറഞ്ഞ് ആ വീട്ടിൽ പോയിട്ട് അങ്ങനെ കാണിച്ചാൽ ഈ വീട്ടിൽ അങ്ങനെ ഒന്നും നടക്കത്തില്ല. എന്താടാ പറഞ്ഞേ? ഞാൻ ഇറങ്ങിപ്പോകാനോ? ഞാൻ പോവാടാ. നീയൊക്കെ തന്നെ കിടന്നോ ആ കിളവിയുടെ കൂടെ വെച്ചുപോലി വരച്ച് തിന്നുന്നത് എനിക്കൊന്ന് കാണണം. ഞാൻ പോവാടാ എൻ്റെ വീട്ടിൽ. എന്നെ പൊന്നുപോലെ നോക്കാനേ എൻ്റെ വാപ്പായും ഉമ്മയും ഉണ്ട് അവിടെ. ശരിയാ, ആ വാപ്പായും ഉമ്മായുവാ ഉമ്മച്ചി ഇങ്ങനെ കൊഞ്ചിച്ച് വളർത്തി വഷളാക്കിയത്. ഈ വീട്ടിൽ നോക്കോ, ഉമ്മയ്ക്ക് ആ വീടേ പറ്റത്തുള്ളൂ. ഈ പഴം വെച്ച് ഇപ്പൊ നോമ്പ് കുറിച്ച് ഞാൻ കടയിൽ പോയി ഭക്ഷണം വെച്ചിട്ട് വരാം കേട്ടോ. പിന്നെ വാപ്പുമ്മ ക്ഷീണം കൊണ്ട് അവിടെ കയറി കിടന്ന് ഉറങ്ങിക്കളയല്ലോ കേട്ടോ. ഞാൻ പോയിട്ട് വരാം കേട്ടോ. എന്താ വാപ്പുമ്മ നല്ല ചൂട് അരിപ്പത്തിരി കൊണ്ട് മട്ടൻ കറിയുണ്ട് കേട്ടോ. എടുത്ത് ചെയ്യണേ. ശരി.